തിരുവനന്തപുരം നഗരത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ വർധന. 6 മാസത്തിനുള്ളിൽ നഗരത്തിൽ മാത്രം 35 കോടി രൂപ തട്ടിയെടുത്തതായി ഡിസിപി നിതിൻ രാജ് പറഞ്ഞു. 27 കോടി രൂപയുടെ തട്ടിപ്പ് വ്യാജ ഡിജിറ്റൽ ഷെയർ മാർക്കറ്റിലൂടെയാണ് തട്ടിയെടുത്തത്. ഈ വർഷം ഇതുവരെ മാത്രം ഓൺലൈൻ തട്ടിപ്പിൽ 163 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്നും ഡിസിപി വ്യക്തമാക്കി. അതിൽ ഫെഡെക്സ് മോഡൽ ഏതെങ്കിലും രീതിയിലേക്കുള്ള പാഴ്സൽ ഫെഡെക്സ് സ്കാം മോഡലിൽ തന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ 7 കേസുകളിൽ തന്നെയായി 3 കോടി രൂപയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ട്രായ് പോലെയുള്ള സെൻട്രൽ ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ കോൾ എന്ന വ്യാജേന എന്ന രീതിയിലേക്ക് ഫോൺ വരികയും നിങ്ങളുടെ ഫോൺ നമ്പർ ഏതെങ്കിലും ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന രീതിയിലേക്കുള്ള ഇനീഷ്യലുള്ള സ്റ്റോറിയാണ് ഇതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഫേക്ക് നമ്പറുകളും കസ്റ്റമർ കെയർ നമ്പറുകളൊക്കെ നമ്മൾ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിൽ 35 കോടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സൈബർ ഫ്രോഡ് ഇൻസിഡൻസ് ആണ് തിരുവനന്തപുരം സിറ്റിയിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.